പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നന്ദുവിനെ കാണാൻ വേണ്ടിയാണെങ്കിൽ നമ്മളെ നവീൻ വക്കീലാണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ അങ്ങോട്ട് കയറുന്നത് കാണുമ്പം അനിയാണെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഇനിയിപ്പം അനി പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമോ, നന്ദുവിൻ്റെ വീട്ടുകാരാണെങ്കിലും നന്ദു ആണെങ്കിലും എൻ്റെ അടുത്ത് പിന്നെ നവീനാണെങ്കിൽ സത്യങ്ങളൊക്കെ പറയുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യത്തിൽ നമ്മൾ എനിക്കുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നവീനാണെങ്കിൽ ഇങ്ങനെ നന്ദുവായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നവീൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, ഓ എന്ത് നല്ല ബന്ധം, നല്ല ബന്ധം വന്നാലും എനിക്ക് മനസ്സിനകത്ത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ ഞാൻ പോയി തല കുനിച്ച് താലി കെട്ടാൻ ഇരുന്ന് കൊടുക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നവീനും പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, അല്ല നവീനേട്ടൻ്റെ മനസ്സിലേതോ ഒരു പെണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അത് ആരാണെന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ നവീൻ പറയുന്നുണ്ടോ അതിന് തടസ്സം എൻ്റെ അമ്മ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവീൻ പറയുന്നുണ്ടോ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഒന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, അപ്പം എന്നെ കണക്ക് കുറച്ച് തൻ്റെ ഇടവും കാര്യങ്ങളൊക്കെ ഉള്ള പെണ്ണാണെങ്കിൽ നവീനേട്ടൻ എന്തായാലും ആദ്യം അമ്മയടുത്ത് പറഞ്ഞെല്ലാം ഉറപ്പിച്ച് എല്ലാം അമ്മയുടെ സമ്മതമൊക്കെ മേടിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നവീനേട്ടന് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞുകൂടെ, മുത്തശ്ശനെ കൂടെ നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നവീൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഇവർക്ക് കുഴപ്പമില്ല, എൻ്റെ അടുത്ത് ദേഷ്യവും കാര്യങ്ങളൊന്നും നന്ദുവിനില്ല, ഇനിയിപ്പോൾ പയ്യെ പയ്യെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മൾ നവീനാണെങ്കിൽ ഇങ്ങനെ തീരുമാനിച്ചിട്ട് നവീനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അനിയാണെങ്കിൽ റോഡിൽ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ. അങ്ങനെ അനിയാണെങ്കിൽ നവീൻ പോകുന്ന കാണുമ്പോഴത്തേക്കും ഒരു സമാധാനമൊക്കെ ആവോ പോയല്ലോ എന്നൊക്കെ. പക്ഷേ പിന്നെ ഒരു ടെൻഷനും ഉണ്ട്, ഇനി നവീൻ അവിടെ പോയിട്ട് നന്ദുവിൻ്റെ അടുത്ത് എന്താ സംസാരിച്ചത്, ഇനിയിപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇനി നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട്. ഇനി അവിടെ പോയിട്ട് ഇനി നമ്മളെ നവീനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അനിയടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ ഇല്ല എൻ്റെ അടുത്ത് അനിയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് പിന്നെ നന്ദുവിനാണെങ്കിലും നവീനായിട്ടാണെങ്കിലും എൻ്റെ അടുത്തൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ കൊണ്ട് നമ്മൾ അനിയാണെങ്കിൽ ആകെ ഒരു ഭ്രാന്ത് പിടിച്ചെന്നൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നേരെ നന്ദുവിനെ പോയി കാണാൻ, കണ്ടില്ലെങ്കിലാണെങ്കിൽ എനിക്കാണെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് ഇതായി പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദുവിനെ കാണാൻ വേണ്ടി അനി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ വീട്ടിലാണെങ്കിൽ നമ്മളെ കനകയാണെങ്കിൽ ഇരുന്ന് ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നു, അയ്യോ എന്ത് നല്ല സ്വഭാവമുള്ള മോനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്മളെ നവീനെ പൊക്കി പറയുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ അനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയെ കാണുന്ന കനകയ്ക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അനിയടുത്ത് കനക ചോദിക്കുന്നുണ്ട്, അനിയടുത്ത് ഇങ്ങോട്ട് വരരുതെന്ന് നയനമോൾ പറഞ്ഞല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ അനി പറയുന്നുണ്ട്, അതല്ല നന്ദുവിനെ കാണാൻ വേണ്ടി വന്നതാ, മറ്റുള്ള ഫ്രണ്ട്സൊക്കെ വന്ന് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ വന്ന് കണ്ടില്ലെങ്കിൽ അവൾക്ക് വിഷമാവത്തില്ലേ, അതുകൊണ്ട് വന്നതാന്നൊക്കെ പറയുമ്പം കനക പറയുന്നുണ്ടോ അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, വരാത്തതാ ഞങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനിയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മളെ കനക പറയുന്നുണ്ട്. നമ്മൾ ഗോവിന്ദനാണെങ്കിൽ അനിയടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം നവ്യയുടെ ജീവിതം ഓർത്തിട്ട് ഞങ്ങൾക്കാണെങ്കിൽ വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല, പിന്നെ അബിയെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയൊരു വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചു പോയി അതിൻ്റെ ഒരു കാര്യങ്ങളെ ഞങ്ങൾക്കുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടത്തിൽ ഇനി ഈ മോനും കൂടി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ ടെൻഷനൊക്കെ തരുതെന്നൊക്കെ പറയുമ്പം നമ്മൾ അനിക്കാണെങ്കിൽ കേൾക്കുമ്പോൾ വിഷമമാവുന്നുണ്ട്. എന്നിട്ടും പിന്നെ അനിയാണെങ്കിൽ നേരെ നന്ദുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി കണ്ടിട്ട് അവർ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഇവരെന്താ സംസാരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ കനകയാണെങ്കിൽ അവിടെ ഒളിഞ്ഞ് നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം ഇവർ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന, അസുഖത്തിൻ്റെ കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാണ് നമ്മൾ അനിയും നന്ദുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കനകയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അനിയാണെങ്കിൽ നമ്മൾ നന്ദുവിൻ്റെ കവളിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് യാത്ര പറഞ്ഞ് നമ്മൾ അനിയാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ അനി ഇങ്ങനെ ഉമ്മ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സന്തോഷത്തോടൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ജലജയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ അവിടെ കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമയത്താണ് നമ്മളെ ദേവയാനി ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ജലജ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ നേരെ രാവിലെ എഴുന്നേറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ജലജ പറയുന്നുണ്ട്, ചേട്ടത്തി ഞാൻ നേരത്തെ എണീറ്റ്, ഇനിയിപ്പോൾ എല്ലാവരും ആദർശം ചെയ്യില്ല അതിൻ്റെ സങ്കടത്തിലും കാര്യങ്ങളിലും അല്ലേ, അപ്പോൾ പിന്നെ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ അടുക്കളയിൽ കയറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ദേവയാനി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ നമ്മളെ നയനയും ആദർശനെയൊക്കെ കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാൻ വേണ്ടി വരുന്ന സമയത്താണെങ്കിൽ ദേവയാനി പറയുന്നുണ്ട്, നീ എന്തായാലും ഇപ്പോൾ അവരെക്കുറിച്ചൊന്നും പറയണ്ട, നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയുമ്പം ഞാൻ പറയുന്നതനുസരിച്ച് നീ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ കാര്യമല്ലേ എന്നൊക്കെ പറയുമ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഏട്ടത്തി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിനക്ക് അനുസരിച്ചാൽ നിനക്ക് തന്നെ നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ദേവയാനി ഇങ്ങനെ ഇച്ചിരി സൗണ്ട് വെച്ചൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി പയ്യെ പറയണേ, കാര്യച്ച ഇതിപ്പം നവ്യ കേൾക്കും, അവൾ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ദേവയാനി പറയുന്നത്, എന്ത് പ്രശ്നമാവൻ, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ മോനെ തല്ലിക്കൊല്ലും, അത്രയല്ലേ ഉള്ളൂ,
അതെന്തായാലും നിൻ്റെ മോൻ അർഹിക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും പറയുന്നുണ്ട്. സമയത്താണ് നമ്മളെ ജലജയാണെങ്കിലും ഒന്നും പറയാതെ ഇങ്ങനെ നമ്മളെ ദേവയാനി പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ താന്നൊക്കെ നിൽക്കട്ടെ. എന്നാലും ഇപ്പം നവ്യ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്ന ആദർശ് തന്നെയാട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ രാവിലെ അങ്ങനെ റൂമിൽ കിടക്കുന്ന കാണിക്കുന്ന സമയത്ത് നമ്മളെ നയനയാണെങ്കിലും കുളിച്ച് റെഡിയായൊക്കെ വരുന്നത് കാണിക്കുന്ന ആ സമയത്ത് നമ്മൾ ആദർശാണെങ്കിൽ നയനെ പിടിച്ചടുത്ത് കിടത്തിയിട്ടൊക്കെ ആണെങ്കിൽ കവിളിലൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയനെ ചോദിക്കുന്നത് ആഹാ ഇതെന്താ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം മറന്നുപോയോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കാണല്ലോ ആദർശ് പറയുന്നത് അയ്യോ ഞാൻ രാവിലെ നിന്നെ ഇങ്ങനെ കണ്ട സമയത്താണെങ്കിൽ ഞാൻ ആ ഒരു കാര്യം ഞാനൊരു നിമിഷത്തേക്ക് ഇങ്ങനെ മറന്നു എന്ന് പറയുന്ന സമയത്ത് നയനെ പറയുന്നുണ്ട് കേട്ടോ. ആ കൊള്ളാലോ എന്തായാലും കുഞ്ഞിനെ മറന്നുപോയ ഒരു അച്ഛനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ നയനെ പറയുന്നുണ്ട് ഇവിടെ ഇപ്പം എല്ലാവരും ആദർശേട്ടൻ ജയിലിലായതിൻ്റെ സന്തോഷത്തിലാണല്ലോ. ഇപ്പം ജലജയപ്പച്ചയാണെങ്കിലും ആവിയാണെങ്കിലും നവ്യേച്ചയാണെങ്കിലും അപ്പോൾ അവർക്കാണെങ്കിൽ ഒരു സംശയം പോലും തോന്നിക്കാൻ പാടില്ല ആദർശേട്ടൻ. അതുകൊണ്ട് ഞാൻ എന്തായാലും പൂജാ റൂമിലോട്ട് പോകട്ടെ, എനിക്ക് കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.